ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചാണ്. ചിക്കൻ കറിയും കപ്പ വേവിച്ചതുമാണ്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയിലാണ് കപ്പ വേവിക്കുന്നത്. ഓരോരുത്തർ വയ്ക്കുന്ന 10 പേര് വെച്ചാലും 10 രീതിയിലുള്ള ടേസ്റ്റുകളാണ് കിട്ടുന്നത്. അപ്പം ഞാനിവിടെ ചിക്കൻ കറി വയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ വഴറ്റി കരിയാപ്പിലയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് നമ്മളതിലേക്ക് ചിക്കൻ്റെ പീസുകളിടുകയാണ്. ചിക്കൻ പീസുകളിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യും. ഒരുവിധം നന്നായിട്ട് വഴന്നതിന് ശേഷമാണ്, ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്നതിന് ശേഷമാണ് ചിക്കൻ പീസ് ഇട്ടത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മതി. കുരുമുളക് പൊടി ഒരു 1.5-2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്ന ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിന് വെള്ളമൊന്നും ചേർക്കത്തില്ല. ഇതിൻ്റെ തന്നെ വെള്ളം ചൂടാകുന്നതനുസരിച്ച് വേകുന്നതനുസരിച്ച് നമുക്കത് ഇതിൻ്റെ തന്നെ വെള്ളം ഇറങ്ങും, ചിക്കൻ്റെ വെള്ളം ഇറങ്ങും. അപ്പോൾ അതിലാണ് നമ്മളിത് വേവിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വഴറ്റി അല്പം മുളക് പൊടി കൂടെ തൂക്കിയിട്ട്, ഇത് കാശ്മീരി മുളകും അല്ലാത്ത എരിവുള്ള മുളകും കൂടെ മിക്സ് ചെയ്ത് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളിതിപ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ടിത് ഒന്ന് ഒതുക്കി വെച്ചിട്ട് അടച്ച് വെച്ച് അവിടെ ഇരുന്ന് ഇതിപ്പോൾ അതിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ, ചിക്കൻ്റെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ അതിൽ കിടന്നാണ് ഇത് വേകുന്നത്. അപ്പം നമുക്ക് ആ സമയത്ത് കപ്പ, നമ്മുടെ പറമ്പിലെ തന്നെ കപ്പയാണ്. കപ്പ എടുത്തുകൊണ്ട് വന്ന് ചേട്ടൻ തന്നു. അത് ഞാനത് പൊളിച്ച് അരിയുവാണ്. ഈ ഒരു 3 കഷ്ണം മതി. ഈ ഒരു കഷ്ണം വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ അരിഞ്ഞ് അതിനിടയ്ക്ക് ഞാൻ വന്ന് ചിക്കൻ കറി നോക്കുകയാണ്. കാരണം വെള്ളം ചേർക്കാതെ വെക്കുന്നതല്ലേ, അടിയിൽ പിടിക്കാതെ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. നല്ല ഇതാണ്, എന്നാലും നമുക്ക് നോൺ സ്റ്റിക്കാണ്, എന്നാലും നമുക്ക് ഇളക്കി ഒന്ന് കൊടുക്കുമ്പോൾ എല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സായി വരും. അപ്പോൾ ഇതൊന്ന് ഇളക്കി വെച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കപ്പയുടെ ബാക്കി കറികൾ അത് കഴുകി എല്ലാം വൃത്തിയാക്കി എടുക്കണം. അപ്പം ഇത് അടച്ചങ്ങനെ ഇരിക്കട്ടെ, അത് ഒന്നും ആയില്ല, ഒന്ന് ഇളക്കി വെച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് കപ്പ കഴുകാം. കപ്പ എല്ലാം അരിഞ്ഞ് വെച്ച ആ സമയം കൊണ്ട് ഞാൻ കപ്പ അരിഞ്ഞായിരുന്നു. അത് ഇനി കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇനി അത് കഴുകി വൃത്തിയാക്കാം. എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ട് ഇനി എന്താണെന്ന് വെച്ചാൽ, ഇത് ഏറെ വെള്ളത്തിൽ നമ്മൾ അടുപ്പിൽ വയ്ക്കണം. അപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പോകാൻ വേണ്ടിയിട്ട് ഏറെ വെള്ളത്തിൽ അടുപ്പത്. ഈ ഭാഗങ്ങളിൽ ഞാനിവിടെയാണ് ഇതെല്ലാം വാഷ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എല്ലാം വൃത്തിയാക്കി കഴുകിയിട്ടു. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞാൽ ചിക്കൻ കറിക്ക് കടു വറക്കുകയാണ്. ഇത് ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കത്തില്ല, ഇതാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും നല്ലതാണ്. നമുക്ക് ശരീരത്തിന് കൊഴുപ്പുകളൊന്നും ഉണ്ടാകത്തില്ല, അറ്റാക്കോ ബ്ലോക്കോ ഒന്നും ഉണ്ടാകത്തില്ല. നമുക്ക് ശുദ്ധമായ റൈസ് ബ്രാൻ ഓയിലാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് കടുകിട്ട്, എന്നിട്ട് ഉള്ളിയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് എല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. കരിയാപ്പിലയും കൂടെ നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു ചുമന്ന് വരുന്ന ഒരു പരുവമാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാല, ഞാൻ മേളം ചിക്കൻ മസാലയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാടൻ ചിക്കൻ കറിയെ പോലെ തന്നെ ഇരിക്കും, നല്ല ടേസ്റ്റാണ് ഈ മേളം ചിക്കൻ മസാല. അപ്പോൾ അതും നമ്മുടെ ആവശ്യത്തിന് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് വറുത്തെടുക്കുവാണ്. ഈ എണ്ണയ്ക്കകത്ത് തന്നെ അതൊന്ന് മൂപ്പിച്ചെടുത്ത് നമ്മുടെ ഈ ചിക്കൻ കറിക്കകത്തോട്ട്, അപ്പം നമ്മൾ അതിനകത്ത് ഏതാനും കുറച്ച് സാധനങ്ങളല്ലേ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് ഒരു 3-4 സ്പൂണ് ചിക്കൻ മസാലയും ഒരു 2 സ്പൂണ് മുളക് പൊടിയും കൂടാണ് ഞാനിപ്പം വറുത്തെടുത്ത്. അത് നമ്മളിനി ഈ ചിക്കൻ കറിക്കകത്തോട്ട് ഇടുകയാണ്. ഇതിലേക്ക് ഇപ്പം കുടഞ്ഞ് ഇടാൻ നോക്കുമ്പോൾ ഇത് വീഴുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടാണ് ഞാനിത് ഒരു കൈ കൊണ്ട് ഇത് ചെയ്യണം. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് തൂത്തിടാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് മാറ്റി വെച്ചിട്ട് അത് മൊത്തം അതിനകത്തേക്ക് കുടഞ്ഞിട്ടിട്ട് ഇനി ഇത് മിക്സ് ചെയ്യുവാണ്. അപ്പം നമുക്ക് ഇച്ചിരി ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഈ മുളക് വറുത്ത പാത്രത്തിലോട്ട്
നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒന്ന് ചേർത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വയ്ക്കാം. അപ്പം ഞാൻ അതിലേക്ക് ഇച്ചിരി വെള്ളം ചേർത്ത് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി അത് മിക്സ് ചെയ്യുവാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മൾ മറ്റു മസാലകൾ വേറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഗരം മസാല നമ്മൾ ചേർത്തിട്ടില്ല. നമുക്ക് നമ്മൾ സെപ്പറേറ്റ് ഇതിന് ഗരം മസാല ചേർക്കണം. അപ്പം ഞാൻ അതിലേക്ക് ഇച്ചിരി ഗരം മസാലയോടെ ഗരം മസാല, അതായത് ഗരം മസാലയും അതിനൂടെ പിന്നെ കറുവപ്പട്ടയും ഏലക്കയും എല്ലാം കൂടെ മിക്സ് ചെയ്തത് പൊടിച്ചതാണ്. ഞാൻ സ്വന്തമായിട്ട് പൊടിച്ചതാണിത്. അപ്പോൾ അതിൽ നല്ല ഒരു സ്പൂണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു സ്പൂൺ വേണം കേട്ടോ, എങ്കിലേ അതിൽ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിൽ ഇച്ചിരി അങ്ങ് പോയതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ എടുത്ത് ഇടുകയാണ്. അപ്പോൾ എന്നിട്ടത് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് കരിയാപ്പില നമ്മൾ ഇട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ മല്ലിയില കുറച്ച് ഇരിപ്പുള്ളായിരുന്നു. അപ്പം ഞാൻ മല്ലിയില ഉണ്ടായിരുന്നത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് തൂവി കൊടുക്കുകയാണ്. അതിനും കുറച്ച് ഉള്ളായിരുന്നു, അതങ്ങോട്ട് തൂവി കൊടുത്തു. ഇനിയും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വേണ്ടതെന്ന് വെച്ചാൽ ഒരു മീഡിയം വലിപ്പമുള്ള ഒരു മീഡിയം വലിപ്പമുള്ളൊരു തക്കാളിക്ക് അരിഞ്ഞതാണ്. അത് നമുക്ക് ഇതിലേക്ക് നല്ല ടേസ്റ്റ് കിട്ടാനാണ് ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല സൂപ്പർ കറിയായിരിക്കും. അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കിയിട്ട് നമ്മൾ വീണ്ടും ഇത് അടച്ച് വയ്ക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത് വെന്ത് അതിൻ്റെ ചാറുമൊക്കെ ഒന്ന് പറ്റി എല്ലാം റെഡിയാവും. ആ സമയത്തിന് നമുക്ക് ഇപ്പോൾ കപ്പ ഞാൻ അടുപ്പയിലോട്ട് വെച്ച് അടുപ്പയിൽ വെച്ചിട്ടുണ്ട്. കണ്ടോ, അടുപ്പയിൽ ഇരിക്കുകയാണ്. ഇത് തിളച്ചാൽ ഉടനെ വേകുന്ന ടൈപ്പ് തിളച്ചാൽ മതി. അപ്പോൾ നമുക്ക് അരയ്ക്കാനുള്ള എടുക്കാം. അപ്പോൾ തേങ്ങയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ജീരകവും കാന്താരിയും കറിവേപ്പിലയും മഞ്ഞളും ഞാനിങ്ങനെയാണ് എൻ്റെ കപ്പയുടെ അരപ്പ് ഈ ടൈപ്പാണ്. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്, പക്ഷെ നല്ലതാണ്. ഇത് നല്ലതായിട്ട് അരച്ച് ഞാൻ ഇന്ന് കരിയാപ്പില ഇച്ചിരി കുറവാണ്, കരിയാപ്പില നന്നായിട്ട് ചേർത്താണ് ഞാൻ സാധാരണ അരയ്ക്കാറ്. എടുത്തുകൊണ്ട് വന്നത് കുറവായിരുന്നു. അപ്പോൾ അന്നേരത്തേക്ക് ഇതെല്ലാം അരച്ച് വന്നപ്പോഴത്തേന് കറി ഏകദേശം പരുവമായി, ആവശ്യത്തിനുള്ള ചാറുമൊക്കെ ആയിട്ട് റെഡിയായി. അപ്പോൾ അതിനൊരു തവി ഇട്ടു. അതിനി നമുക്കിവിടെ അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനിയാണ് നമ്മുടെ കപ്പ എന്തായെന്ന് നോക്കാം. കപ്പ തിളച്ച് വന്നു, കണ്ടോ, നല്ലതായിട്ട് തിളച്ച് വന്നു, വേവായി. കണ്ടോ പൊട്ടാൻ തുടങ്ങുന്നുണ്ട്. കപ്പ നല്ലതായിട്ട് തിളച്ച് പൊട്ടിത്തുടങ്ങി. ഇനിയിപ്പം നമുക്കത് ഊറ്റിയെടുക്കണം. അത് ഊറ്റിയിട്ട് നമ്മൾ ഉപ്പും അരപ്പും ഇട്ട് നമ്മൾ ഇത് പറ്റിച്ച് വെള്ളം പറ്റിക്കണം. എന്നിട്ട് നമ്മളത് കണ്ടോ, അരപ്പിട്ടത് ഞാൻ കാണിച്ചില്ല. ഇത് ഈ പരുവത്തിലാണ് വെന്ത് കിട്ടിയത്. ഇനി നമുക്കിത് വിളമ്പാം. ഇറച്ചിക്കറിയും കപ്പ വേവിച്ചതും കണ്ടോ, സൂപ്പറല്ലേ? എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.